അവിടൊക്കെ മോര് കറിയാൻ മറ്റേ തട്ടിമറിഞ്ഞ് തറയെല്ലാം വൃത്തികേടായി കിടക്കുക. ഞാൻ പോരുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ആ, സൂര്യമോടെ കയ്യിൽ നിന്ന് താഴെ വീണ് അവിടെയെല്ലാം നാശമായി. അതിന്റെ പാത്രവും പൊട്ടി. സൂര്യമോളുടെ കയ്യിൽ നിന്ന് വീണതാണെങ്കിൽ അവളോട് തുടയ്ക്കാൻ പറ. ഇള്ള കുട്ടിയൊന്നും അല്ലല്ലോ, വയസ്സ് 10-12 ആയില്ലേ. അവക്ക് തുടയ്ക്കാൻ മനസ്സില്ലെങ്കിലോ? അവളുടെ മുത്തശ്ശി കുത്തിയിരുന്ന് തുടയ്ക്കണം. ജാനിക്കുട്ടി എന്തായാലും ഇപ്പൊ താഴോട്ട് വരുന്നില്ല. നീ ആരാടി ഇത് പറയാ? നിങ്ങളാരെ എന്നോട് ചോദിക്കാൻ? ഇത് നിങ്ങളുടെ വീടാണോ? ഇതാണോ നിങ്ങളുടെ നാട്? ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കമ്പൈൻ സ്റ്റഡിക്കാ. അതിനിടയ്ക്ക് ശല്യപ്പെടുത്താൻ വന്നാലുണ്ടല്ലോ, ഞാൻ ചെന്ന് വിജയരാഘവ സാറിനോട് പറയും. നീ ചെന്ന് പറയടി. ഇപ്പൊ തന്നെ ചെന്ന് പറഞ്ഞേക്കാം. നിങ്ങളിരുന്ന് പഠിക്കുവോ വർത്താനം പറയുവോ എന്താന്ന് വെച്ചാ ചെയ്തോ, എനിക്കെന്നാ പാട്. ശൂർപ്പണകം രാമായണത്തിലെ കഥാപാത്രോ? പരീക്ഷയ്ക്ക് ചിലപ്പോ ശൂർപ്പണക ആരാണെന്ന് ക്വസ്റ്റ്യൻ വരും, കരുതിയിരുന്നോണം. മണ്ടോദരി. അച്ഛനെ വിളിക്കുമോനെ, ഊണ് വിളമ്പിന്ന് പറ. ഞാൻ എപ്പോഴേ ഇരുന്നു. സൂര്യമോളും തേടി. അവൾക്കിപ്പോ ചോറ് വേണ്ടാന്ന്. എന്തുപറ്റി? ട്യൂഷൻ കഴിഞ്ഞ് ലേറ്റ് ആയിട്ടല്ലേ വന്നേ. അപ്പോഴത്തെ വിശപ്പിന് കുറെ ചോറും കറിയും ദോശയൊക്കെ അങ്ങ് കഴിച്ചു. ഇപ്പൊ ക്ഷീണിച്ചു കിടക്കുക, ദഹിക്കണ്ടേ? നീ ഇരിക്കേ, നമുക്കൊന്നിച്ചിരിക്കാം. പഠിക്കാനാന്നും പറഞ്ഞേ പല വീട്ടിൽ നിന്നും വരുന്നവരെ ഉച്ചയ്ക്ക് ഉണ്ണാൻ ഒന്നും കരുതിയിട്ടില്ലേ? ഈ വീട്ടിൽ നിന്ന് ഒരു നേരം ചോറുണ്ട എന്താ കുഴപ്പം? അവളുടെ കൂട്ടുകാരിയുടെ വീടല്ലേ ഇത്. അമ്മ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടരുത് കേട്ടോ. കരുനാഗപ്പള്ളി വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വരുമ്പോ ചോദിച്ചാൽ മതി ആ ചോദ്യം. സരിക ചോറ് കൊണ്ടുവന്നിട്ടില്ല എന്നല്ലേ അമ്മ ചോദിച്ചുള്ളൂ. അതിലെന്താ കുഴപ്പം? കൂട്ടുകാരിയാണെന്നല്ലേ ഉള്ളൂ, വേറെ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലല്ലോ. ഒരന്യ വീട്ടിലേക്ക് പോകുമ്പോ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം പൊതിഞ്ഞു കെട്ടി കൊടുത്തുവിടേണ്ടത് ഇവളുടെ അമ്മയുടെ കടമയാ. ഒരു നേരത്തെ ആഹാരം അന്യ വീട്ടിൽ നിന്ന് കിട്ടിയാ അത്രയും ലാഭം. അങ്ങനെയും ചിലരുണ്ടേ. ഇവിടുന്ന് സൂര്യമോളോ അപ്പുണ്ണിയോ മറ്റൊരു വീട്ടിലേക്ക് കമ്പൈൻ സ്റ്റഡിക്ക് പോയാ നമ്മൾ ചോറ് കെട്ടി കൊടുത്തേക്കല്ലേ വിജയേട്ടാ? അങ്ങനെയല്ലേ വേണ്ടത്? എടീ, നീ ഒരു ടീച്ചറല്ലടി, നാണം കെട്ടവളെ. ഒരു കുട്ടി വിശന്നിരിക്കുന്ന കണ്ട കൂടെ വിളിച്ചുകൊണ്ട് പോയി സ്വന്തം ചോറെടുത്ത് കഴിപ്പിക്കാൻ കടപ്പെട്ടവളല്ലേ നീ? നിന്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ ഇത്? ഇവളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന്
ചോറ് വിളമ്പിക്കൊടുത്ത് കഴിപ്പിക്കുന്നതിന് പകരം നീയും നിന്റെ അമ്മയും കൂടി ഇത്തിരി ചോറിന് കണക്ക് പറയുന്നു. സോറി മോളെ, മോളിതൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട കേട്ടോ. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു നാണക്കേടും ഇല്ല അങ്കിൾ. അപാര തൊലിക്കട്ടിയ എന്റെ ഈ ചെവി കൂടെ കേട്ട് ദാ ഈ ചെവി കൂടെ ഇറങ്ങിപ്പോവും. എന്ത് കേട്ടാലും. അവൾക്ക് ഊണ് വിളമ്പി കൊടുക്കടി. അത് ഞങ്ങളുടെ വീട്ടിലെ കാറിന്റെ സൗണ്ടാണല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. ആ എന്താ ലേറ്റ് ആയേ? ലേശം വഴി ചുറ്റിപ്പോയി. രാവിലെ എന്നെ കൊണ്ടുവിട്ടിട്ട് പോയതല്ലേ, എന്നിട്ടും വഴി തെറ്റിയോ? പറ്റിപ്പോയി. ഞാൻ കുറെ മുമ്പോട്ട് പോയിട്ട് തിരിച്ചു വന്നതാ. ശരി, വൈകുന്നേരം വന്നാ മതി. ഞാൻ പൊയ്ക്കോട്ടെ? അതല്ലേ പറഞ്ഞു. ആ ശരി. വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാ ഡ്രൈവറിന്റെ കയ്യില് എനിക്കുള്ള ഊണ്. ഇത് ഫിഷ് ഫ്രൈ. ഇത് ചിക്കൻ ഫ്രൈ. ഇത് ഓംലെറ്റ്. ഇത് അവിയല്. എല്ലാം ഇഷ്ടം പോലെ കൊടുത്തയച്ചിട്ടുണ്ട്. എന്റെ അമ്മ അങ്ങനെയാ, എല്ലാവർക്കും കുറേശ്ശെ ഷെയർ ചെയ്യാനുള്ളത് കൂടി കൊടുത്തയക്കും. അപ്പുക്കുട്ട എടുത്ത് കഴിക്കും മോനെ. അങ്ങളെ എടുത്ത് കഴിക്ക്. ഇത് നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ളതാ. ടേസ്റ്റ് ഉണ്ടോ അങ്കിളെ? ഇതിന് വെറും ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അല്ല മോളെ, തിരിച്ചറിവിന്റെ, മനുഷ്യബന്ധത്തിന്റെ, ഹൃദയവിശാലതയുടെ. കഴിക്ക് ടീച്ചറെ. അമ്മ എല്ലാവർക്കും വേണ്ടി തന്നയച്ചിട്ടുണ്ട്.